Hello മക്കളെ ഹായ് ഹലോ വെൽക്കം ടു എജ്യൂപാഡ് എല്ലാവർക്കും എജ്യൂപാഡിലേക്ക് സ്വാഗതം ദിസ് ഈസ് മീ വാസിൻ ജിയോഗ്രഫിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ നാളത്തെ ചില ചോദ്യങ്ങൾ പറയാൻ പോവുകയാണ് ഓക്കെ നാളെ നമുക്ക് പരീക്ഷയ്ക്ക് കയറാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം ദിസ് ഈസ് എ പ്രെഡിക്ഷൻ സെഷൻ ഓൾസോ നമ്മൾ എന്ത് ചെയ്യുന്നു നാളെ വരാനിരിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരും ഓക്കെ റെഡി ആയിട്ടിരിക്കുക നിങ്ങൾ പഠനം ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലേക്ക് ഇപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ പ്രിപ്പറേഷൻ ആ ലെവലിലേക്ക് കൊടുത്തിരിക്കണം ഓഫ് കോഴ്സ് നമ്മളുടെ പഠന രീതി കംപ്ലീറ്റ്ലി നാളത്തെ 60 ഔട്ട് ഓഫ് 60 വാങ്ങാനുള്ള ലെവലിൽ തന്നെ ആയിരിക്കണം കാരണം ഇത് നമ്മൾ +1 എത്തിയതിനു ശേഷമുള്ള രണ്ടാമത്തെ പരീക്ഷയാണ് അറിയാലോ നമ്മളെ പരീക്ഷയിലേക്ക് നമ്മൾ കയറുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഒരു സ്ട്രഗിൾ ചെയ്തൊരു മൊമെന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ടേം എക്സാമിനേഷൻ അല്ലേ ആദ്യമായിട്ടൊരു ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ് അല്ലേ +1 വന്നതിന് ശേഷം ഇപ്പൊ നമുക്ക് ആ ഒരു സിസ്റ്റം പിടികിട്ടി എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളത് അപ്പൊ എങ്ങനെ എഴുതിയാലാണ് മാർക്ക് കിട്ടുക എന്നുള്ള ഒരു ഐഡിയ ഒന്നും കിട്ടും നമ്മൾ ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 60 മാർക്സ് ആണ് അറിയാലോ മറ്റുള്ള സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് 80 മാർക്കിനായിരിക്കും ബട്ട് നമുക്കിവിടെ 60 മാർക്സിനാണ് നമ്മുടെ മാർക്ക് വരുന്നത് സോ അതിൽ നമുക്ക് 60 തന്നെ മേടിക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ ഇപ്പൊ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ദാറ്റ് മീൻസ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് സെക്കൻഡ് ടേം എക്സാമിന് നമ്മൾ 60 മേടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഫൈനൽ മേടിക്കും +2 മേടിക്കും കംപ്ലീറ്റ് നമ്മുടെ ജോഗ്രഫിയുടെ മാർക്ക് നമുക്ക് ഔട്ട് ഓഫ് വരുമ്പോൾ പ്രാക്ടിക്കലും നമ്മുടെ ജോഗ്രഫിയുടെ സെഷൻസും എല്ലാം കൂടി തിയറി എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ നമുക്കത് 200 എന്നുള്ള സ്കോറിലേക്ക് തന്നെ എത്താൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് അത് നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യണം നമ്മൾ ഒരിക്കലും സെക്കൻഡ് ടേം അല്ല പ്ലാൻ ചെയ്യുന്നത് സെക്കൻഡ് ടേമിലൂടെ നമ്മൾ ഫൈനൽ എക്സാമിൽ ഫുൾ മാർക്ക് മേടിക്കണം എന്നുള്ള കൺഫർമേഷനിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം ആ ഒരു ഏരിയ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കണം ഞാൻ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറയുന്ന ഏരിയാസ് ആണ് ഇവിടെ ഉള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മേഖല നിർബന്ധമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചോണം ഫസ്റ്റ് നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 തരത്തിലുള്ള റീജിയണൽ ജോഗ്രഫിയുടെ ബ്രാഞ്ചസിനെ സംബന്ധിച്ചായിരിക്കും ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം ജോഗ്രഫിക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട് അല്ലെ 2 ബ്രാഞ്ചസ് ഉണ്ട് ആ ബ്രാഞ്ചസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബ്രാഞ്ച് റീജിയണൽ ജോഗ്രഫിയാണ് മറ്റൊന്ന് സിസ്റ്റമാറ്റിക് ജോഗ്രഫിയാണ് വ്യവസ്ഥാപിത സമീപനമാണ് മറ്റൊന്ന് പ്രാദേശിക സമീപനം ഇതിൽ പ്രാദേശിക സമീപനത്തിൽ നിന്നും വ്യവസ്ഥാപിത സമീപനത്തിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത റീജിയണൽ ജോഗ്രഫിയിൽ നിന്ന് അതായത് ബ്രാഞ്ച് ഓഫ് റീജിയണൽ ജോഗ്രഫിയിൽ നിന്നായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത് സോ റീജിയണൽ ജോഗ്രഫിയെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോയിരിക്കാൻ ഓക്കെ റീജിയണൽ ജോഗ്രഫിയുടെ അതിന് ബ്രാഞ്ചസ് ഉണ്ട് ജോഗ്രഫിക്ക് 2 ബ്രാഞ്ചസ് ഒരെണ്ണം സിസ്റ്റമാറ്റിക് ജോഗ്രഫി രണ്ടാമത് നമ്മുടെ റീജിയണൽ ജോഗ്രഫി അതിൽ റീജിയണൽ ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് 4 ബ്രാഞ്ചസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതാണ് ഒന്ന് റീജിയണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് രണ്ടാമത് റീജിയണൽ അനാലിസിസ് മൂന്നാമത് റീജിയണൽ ഡെവലപ്മെന്റ് പ്രാദേശത്തിന്റെ വികസനം റീജിയണൽ പ്ലാനിങ് പ്രാദേശിക പഠനങ്ങൾ പ്രാദേശിക അപഗ്രഥനം പ്രാദേശിക വികസനം പ്രാദേശിക ആസൂത്രണം ഇവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചോദ്യം പരീക്ഷ പേപ്പറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടേ പോകാവൂ സോ ഈ 4 എണ്ണം എന്തെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം സിസ്റ്റമാറ്റിക് ജോഗ്രഫിയും റീജിയണൽ ജോഗ്രഫിയും ഇതിൽ റീജിയണൽ ജോഗ്രഫി നിർബന്ധമായി നന്നായി ഫോക്കസ് ചെയ്ത് പരീക്ഷയ്ക്ക് പൊക്കോണം സിസ്റ്റമാറ്റിക് ജോഗ്രഫിയിൽ നിന്നും ഒരു ചോദ്യം വരാൻ അത് പിന്നെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഓക്കെ യെസ് ഡിസ്ക്രൈബ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ഡിസ്ക്രൈബ് അബൌട്ട് ഈ ഒരു മേഖലയിൽ നിന്നൊരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം 3 ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത്
ഏതാ സെക്ഷൻ നമ്മുടെ എർത്തിന്റെ ഇന്റീരിയർ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഫസ്റ്റ് ടേം ചാപ്റ്റർ ആണ്, പക്ഷെ ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഇന്റീരിയറിനെ കുറിച്ചുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഉറപ്പായിട്ടും ഭൂമിയുടെ അകത്തളം ഇന്റീരിയർ, ഭൂമിയുടെ ഉള്ളറയിലെ 3 പാളികൾ, ഈ 3 പാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, എസ്പെഷ്യലി ഉള്ളറയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇന്റീരിയർ ഓഫ് എർത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചോദ്യം നിങ്ങളോട് എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും ഇന്റീരിയർ ഓഫ് എർത്ത് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഓഫ് എർത്തിൽ നമുക്ക് എന്തുണ്ട്, 3 പാർട്ടുകളുണ്ട് അല്ലേ. ആ 3 പാർട്ടിൽ നമ്മൾ തരംതിരിച്ചത് എങ്ങനെയാ? ആദ്യത്തെ ഏറ്റവും ഉള്ളിലുള്ള പാർട്ടിൽ നമ്മൾ കോർ എന്ന് പറഞ്ഞു, അഥവാ കാമ്പ് എന്ന് പറഞ്ഞു. ദെൻ അതിന് നടുക്ക് എന്താണ്, മാൻഡിൽ എന്ന് പറഞ്ഞു അല്ലെ. മാൻഡിലിന്റെ ഒക്കെ പ്രത്യേകതകളുണ്ടല്ലോ, എത്ര ഡെപ്തിലേക്ക് പോകുന്നുണ്ട്, എത്രയാണ് അതിന് എന്തൊക്കെയാണ് അവിടുത്തെ കണ്ടന്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗിച്ചതിന്റെ പ്രദേശങ്ങൾ നമ്മൾ ലിത്തോസ്ഫിയർ, മെസ്റ്റനോസ്ഫിയർ ഒക്കെ ക്ലാസിഫൈ ചെയ്തത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ചോദ്യം അവിടെ നിന്ന് പ്രതീക്ഷിക്കണം. ഏറ്റവും മുകളിലത്തെ പാളി ആണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രസ്റ്റ് അഥവാ പിന്നെ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ പുറമേ ഉള്ള പാളി എന്നുള്ളത് നമ്മൾ പറയുന്നത് അല്ലേ. യെസ്, ക്രസ്റ്റ്. യെസ്. അപ്പൊ നമുക്ക് അതേപോലെ മാൻഡിൽ പിന്നെ ഒരാൾ തന്നെയുള്ളൂ അല്ലേ. യെസ്. അപ്പൊ ഭൂവൽക്കം, മാൻഡിൽ, കോർ അല്ലെ. പുറമേയുള്ള പാളി, അതിന്റെ നടുക്കുള്ള മിഡിലെ പാളി, ഏറ്റവും ഉള്ളിലുള്ള കാമ്പ് എന്നറിയപ്പെടുന്ന ഭാഗം. ഈ 3 പാളികളിൽ നിന്നുള്ള ചോദ്യം നിങ്ങൾ പരീക്ഷ പേപ്പറിൽ പ്രതീക്ഷിക്കുക. ഏറ്റവും ഉറപ്പിച്ച് 100% ഷുവർ നാളത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും എന്ന് പറയുന്ന 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് ചുവടെ നൽകിയിരിക്കുന്ന രൂപത്തിലുള്ള ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു കുറിപ്പെഴുതാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ടൊരു മാച്ച് ദ ഫോളോയിങ്ങോ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇത് വരുന്നത് നമ്മുടെ ലാൻഡ് ഫോംസ്, അതായത് ഓരോ തരം ലാൻഡ് ഫോംസ്, ഇറോഷണൽ ആൻഡ് ഡെപ്പോഷണൽ ലാൻഡ് ഫോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ റിവറിന്റെ, ഗ്ലേഷ്യറിന്റെ, സീ വേവിന്റെ, വിൻഡിന്റെ ഈ 4 ഏതെങ്കിലും 2 ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇറോഷണൽ, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ചോദിച്ചിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഭാഗം നിങ്ങൾ പഠിക്കുക. ഉറപ്പായിട്ടും ഈ ഏജൻസും അതിന്റെ ലാൻഡ് ഫോമും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ പോകാവൂ. അപ്പൊ അതിൽ ഈ 4 ഏജൻസും അതിന്റെ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഉറപ്പിച്ച് വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. 100% ഷുവർ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നിങ്ങൾ കണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരിക്കലും വിട്ടുപോകരുത്. വിട്ടുപോവാത്ത രൂപത്തിൽ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമായിരിക്കും അറ്റ്മോസ്ഫിയറിനെ സംബന്ധിച്ചൊരു ചോദ്യം. അറ്റ്മോസ്ഫിയറിന്റെ പാളികളെ സംബന്ധിച്ചൊരു ചോദ്യം. അറ്റ്മോസ്ഫിയറിന്റെ പാളികൾ ഈസി ആയിട്ട് പഠിച്ചു വെക്കുക. ആ പാളികളെ സംബന്ധിച്ചൊരു ചോദ്യം ഉറപ്പിക്കാവുന്നതാണ്. അറ്റ്മോസ്ഫിയറിന്റെ പാളികളെ സംബന്ധിച്ചൊരു ചോദ്യം എങ്ങനെ ചോദിക്കുമെന്ന് വെച്ചാൽ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ പിക്ചർ തന്നിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ പിക്ചർ ഇല്ലാതെ നിങ്ങളോട് പറയാം ഏത് അറ്റ്മോസ്ഫിയറിന്റെ പാളികളെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായുള്ള പാളിയെ എടുത്തു പറഞ്ഞുകൊണ്ടൊരു ചോദ്യം ചോദിക്കാം. എക്സാമ്പിൾ ഞാൻ പറയാം, സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് കുറിപ്പ് എഴുതുക, ഇങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ ഓസോൺ പാളി ഏത് ലെയറിലാണ് വരുന്നത്, ഏത് പാളിയിലാണ് വരുന്നത്, ആ പാളിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഓസോണിന്റെ പ്രത്യേകത, ഇങ്ങനെയും ചോദിക്കാം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ബട്ട് അതിൽ ഓസോൺ പാളി വരുന്നുണ്ട് എന്നൊരു പോയിന്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഓസോൺ പാളി വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രാറ്റോസ്ഫിയറിന് ആൻസർ എഴുതിയിട്ട് അതിൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകതകൾ എഴുതിയിട്ട് അതിലെന്ത് ചെയ്യണം, നമ്മൾ ഓസോൺ പാളിയെ കുറിച്ച് മെൻഷൻ ചെയ്യണം. അങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നിന്നൊരു ചോദ്യം നിർബന്ധമായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണം പരീക്ഷ ഹാളിലേക്ക് പോകാൻ. ഓഫ് കോഴ്സ് ഇത് ചോദിച്ചിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ തന്നൊരു ചോദ്യമുണ്ട്, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിൽ ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ ഈസിയാണ്. അത് ഓർഡർ തന്നെ നിങ്ങൾ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പിക്ചറോ എന്തോ ആയിക്കോട്ടെ, അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. A എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗമാണ്. B എന്ന് പറയുന്നത്
സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം, സി മെസോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഭാഗം, ദെൻ അതിന്റെ മേലെ തെർമോസ്ഫിയർ, ഏറ്റവും ഒടുവിൽ എക്സോസ്ഫിയർ നമുക്ക് ഇവിടെ കാണുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ലെയേഴ്സിൽ നിന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തായിരിക്കാം, നിങ്ങൾക്ക് എക്സോസ്ഫിയറിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ ഡാറ്റാസ് ഇല്ല എന്ന് തന്നെ എഴുതി കൊടുത്താൽ മതി. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എക്സോസ്ഫിയറിനെ കുറിച്ച് എന്ന് തന്നെ എഴുതി കൊടുത്താൽ മതി. അതേപോലെ തന്നെ തെർമോസ്ഫിയറിൽ നമുക്ക് എന്തല്ല, ഒരുപാട് വിവരങ്ങളും അവൈലബിൾ അല്ല. ബാക്കിയുള്ള മെസോസ്ഫിയറിനെ പറ്റി ചോദിച്ചാലും, അതേപോലെ സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി ചോദിച്ചാലും, ട്രോപ്പോസ്ഫിയറിനെ പറ്റി ചോദിച്ചാലും പഠിക്കാൻ എഴുതാൻ നമുക്ക് കൃത്യമായ ഡാറ്റകൾ ഉണ്ട്. അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഓക്കെ, നിർബന്ധമായിട്ടും ഈ ഒരു ചോദ്യം, അറ്റ്മോസ്ഫിയറിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. ദെൻ മറ്റൊരു ചോദ്യം നോക്കിക്കേ, വൈ ഡസ് ദ ടെമ്പറേച്ചർ വേരി ഇൻ ഡെപ്ത് ഇൻ ഓഷ്യൻസ്? സമുദ്രത്തിന് താഴേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ടെമ്പറേച്ചറിന്റെ ഭാഗത്ത് നിന്ന് ഒന്നെങ്കിൽ അത് തെർമോക്ലൈനെ കുറിച്ചൊരു ചോദ്യമായിരിക്കാം. എന്താണ് തെർമോക്ലൈൻ എന്നായിരിക്കും ചോദിക്കുന്നത്. തെർമോക്ലൈന്റെ പ്രത്യേകത എന്തായിരിക്കും ഒരു പക്ഷെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇത്തരത്തിൽ ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ചോദ്യമായിരിക്കും ഒരു പക്ഷെ എക്സ്പെക്ട് ചെയ്യാനുണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷനും കൂടെ നടത്തിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എന്നും കൂടെ എന്ത് ചെയ്യുന്നു, ഓർമ്മിപ്പിക്കുന്നു. യെസ്. ദെൻ മറ്റൊരു ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ദ പെനിൻസുലാർ ബ്ലോക്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യം. ഇന്ത്യയുടെ ഫിസിയോഗ്രാഫി നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യൻ ഫിസിയോഗ്രാഫിയിൽ ഈ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഉറപ്പുള്ള ഭാഗമാണ് ഇന്ത്യയുടെ പെനിൻസുലാർ ബ്ലോക്കിനെ കുറിച്ചുള്ള ചോദ്യം. പെനിൻസുലാർ ബ്ലോക്ക്, നമുക്ക് ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഉണ്ട്, നമുക്ക് ഇന്ത്യയുടെ പ്ലെയിൻസ് ഏരിയാസ് ഉണ്ട്, അതേപോലെ ഇന്ത്യക്ക് പിന്നെ നമ്മുടെ കോസ്റ്റൽ ലാൻഡ്സ് ഉണ്ട്, അതേപോലെ ഐലൻഡ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കൂടിയിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടിയ സാധ്യത അത് പെനിൻസുലാർ ബ്ലോക്കിനെ പറ്റി പഠിക്കാനാണ്. പെനിൻസുലാർ ബ്ലോക്ക് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ഗുജറാത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമില്ലേ അല്ലേ, ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് പെനിൻസുലാർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ പെനിൻസുലാർ ബ്ലോക്കിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ അവിടെ നിർബന്ധമായിട്ട് പ്രതീക്ഷിക്കണം. അവിടെ ഒരു പക്ഷേ പെനിൻസുലാർ റിവേഴ്സ് ഉണ്ടായിരിക്കാം. അത് ഉറപ്പായിട്ടും മാപ്പ് മാർക്ക് ചെയ്യുന്നിടത്ത് വരികയും ചെയ്യും. പെനിൻസുലാർ റിവേഴ്സിൽ നിന്ന് ഒരു റിവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, പെനിൻസുലാർ റിവേഴ്സ് പഠിക്കാനുള്ള ഷോർട്ട് ഫോം ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ ലൈവില് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നലത്തെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇന്നത്തെ ലൈവിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരിക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ പെനിൻസുലാർ ബ്ലോക്കിനെ സംബന്ധിച്ചൊരു ചോദ്യം നിങ്ങളെ പരീക്ഷയിൽ 4 മാർക്ക് വരെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഓക്കെ, 4 മാർക്ക് വരെയുള്ള ഒരു ചോദ്യം, ഒരുപക്ഷെ 4 ആവാം, 3 ആവാം, 2 ആവാം, ഒരു ചോദ്യം പെനിൻസുലാർ ബ്ലോക്കിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഷുവർ ആണ്. പെനിൻസുലാർ റിവേഴ്സിൽ നിന്ന് റിവർ ഉറപ്പായിട്ടും മാപ്പ് മാർക്കിങ്ങിന് വരികയും ചെയ്യും എന്നുള്ളതും മറ്റൊരു ഫാക്ട് ആണ്. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഐലൻഡ് ഗ്രൂപ്പ്സ്. ദെൻ പെനിൻസുലാർ ബ്ലോക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഇന്ത്യയിലെ അറേബ്യൻ സീയിലെയും ബേ ഓഫ് ബംഗാളിലെയും, അതായത് അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും നമ്മുടെ സ്വന്തം 2 സമുദ്രങ്ങളിലെ നമ്മുടെ സ്വന്തം ദ്വീപ സമൂഹങ്ങളെ കുറിച്ചുള്ള ചോദ്യം. 2 ദ്വീപുകളിൽ ഏതെങ്കിലും ഒരു ദ്വീപിനെ കുറിച്ച് ഉറപ്പായിട്ടും ചോദിക്കും. അതിൽ കൂടുതൽ സാധ്യത നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ച് ചോദിക്കാൻ തന്നെയാണ്. ഓക്കെ, ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപും ഉണ്ട്. അപ്പൊ അതിൽ കൂടുതൽ സാധ്യത ലക്ഷദ്വീപിനെ കുറിച്ച് ചോദിക്കാനാണ്. അപ്പൊ എന്ത് ചെയ്യുക, ആൻഡമാൻ നിക്കോബാർ ദ്വീപും പഠിച്ചു വെക്കുക, ലക്ഷദ്വീപ് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളിൽ നിങ്ങളെ ശ്രദ്ധയുണ്ടായിരിക്കണം. ഇത്രയും ഭാഗങ്ങളിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതില്ലാതെ ഒരിക്കലും നിങ്ങൾ നാളത്തെ പരീക്ഷാ ഹാളിലേക്ക് എൻ്റർ ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഓഫ് കോഴ്സ് നമ്മൾ നാളത്തെ പരീക്ഷ ക്രാക്ക് ചെയ്യുന്നു. സോ ഇന്ന് നൈറ്റ് 7 മണിക്ക് നിങ്ങൾ ലൈവിൽ വരിക. ലൈവിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം, ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ മെസ്സേജ് അയച്ചോളാം. ഓക്കെ, ഇവിടെ കയറിയിട്ട് മെസ്സേജ് അയച്ചോളാം. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് പരീക്ഷ ഹാളിലേക്ക് പോവുക. ദെൻ നിങ്ങളുടെ എല്ലാവരും നമ്മുടെ എജ്യൂപോർട്ടിന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തേക്കുക. കാരണം നോട്ട്സ് കാര്യങ്ങളെല്ലാം അവിടെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആവുന്നുണ്ട്. നിങ്ങൾ നോട്ട്സ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ജോഗ്രഫി പഠിക്കാതിരിക്കരുത്. കാരണം കേരളത്തിലെ ജോഗ്രഫിക്കാർക്ക് സൊല്യൂഷൻ ലഭിക്കുന്ന
ഒരേ ഒരു സ്ഥലം അത് എജ്യൂപോർട്ടാണ്. എജ്യൂപോർട്ടിൽ മാത്രമേ ഇങ്ങനെ ഒരു സപ്പോർട്ട് ജോഗ്രഫി കുട്ടികൾക്ക് നൽകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് സോ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആ ഒരു ജോയിനിങ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ റിസോഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്കൂളിന് പുറത്ത് എജ്യൂപോർട്ടിൽ നിന്ന് മാത്രമായിരിക്കും. യെസ്, ദിസ് ഈസ് ദ ചാനൽ ഫോർ ജോഗ്രഫി സ്റ്റുഡൻസ് ഓൾ ഓഫ് കേരള. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ലൈവിലേക്ക് വരാം, ലൈവിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അടിപൊളിയായിട്ട് ശക്തമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കാം. ഇന്ന് രാത്രിയും ലൈവ് ഉണ്ട്, നാളെ രാവിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പും ലൈവ് ഉണ്ട്. 2 ലൈവും അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ, ദിസ് മീ മാസിൻ സൈനിങ് ഓഫ്.